തീരദേശപാത കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ നാഴികക്കല്ലാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. താനൂരിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ പശ്ചാത്തല വികസനം ലോക നിലവാരത്തിലേക്ക് കൈപിടിച്ചിട്ടില്ല. തീരദേശപാതയിൽ ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച താനൂർ മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള റോഡ് മന്ത്രി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. താനൂർ പൂരപ്പുഴ ടിപ്പു സുൽത്താൻ റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പനമ്പാലം പാലം, മീശപ്പടി കോട്ടിലത്തറ റോഡും പൊന്മുണ്ടം ബൈപ്പാസ് 4-ാം റീച്ചും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിലും തീരദേശത്തിന്റെ വികസനത്തിലും നാഴികക്കല്ലാവുമെന്ന് മന്ത്രി പറഞ്ഞു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ തന്നെ ദേശീയപാത വികസനം എല്ലാം യാഥാർത്ഥ്യമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും വികസിക്കുന്ന സർക്കാരാണ്. റോഡിന് സ്ഥലം നൽകുന്നവർക്ക് മികച്ച പാക്കേജ് നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. 27 കോടി രൂപയാണ് നമ്മൾ ഈ ഒരു റീച്ചിന് മാത്രമായി ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂവുടമകൾ കൃത്യമായി തന്നെ അതിൻ്റെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ചടങ്ങുകളിൽ മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.